ഗുഡ് ഈവനിംഗ്, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ മർദ്ദിച്ച SI JU ജിന്നുവിനും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. റേഞ്ച് DIG അജിത ബീഗത്തിന്റേതാണ് ഈ നടപടി. SIക്കും പോലീസുകാർക്കും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ട്. SIയെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ മർദ്ദനമേറ്റവർ രംഗത്ത് വന്നിരുന്നു. നേരത്തെ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഈ മർദ്ദിച്ച പോലീസ് സംഘത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം നേരത്തെ പുറത്തു വന്നതാണ്. എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ രാത്രി എന്ന കാര്യം വ്യക്തവുമായതാണ്. അതിന് പിന്നാലെ ആദ്യം ഒരു സ്ഥലം മാറ്റ ഉത്തരവ്, അതും തൊട്ടടുത്ത വളരെ ദൂരം കുറഞ്ഞ സ്ഥലത്തേക്കാണ്. അതേ തുടർന്ന് വലിയ പരാതി ഈ സംഘത്തിനുണ്ടാവുന്നു, ഈ വിവാഹ സംഘത്തിനുണ്ടാകുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഒരു നടപടി സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതിനൊരു പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു SI ജിനുവിനെ ആദ്യഘട്ടത്തിൽ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത്. ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DIG റേഞ്ച് DIG ആവശ്യപ്പെട്ടിരുന്നു. റേഞ്ച് DIG അജിത ബീഗത്തിന് മുൻപിലേക്ക് ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ നടപടി സസ്പെൻഷനിലേക്ക് മാറിയത്. SI ജിനുവും സംഘത്തിലുണ്ടായിരുന്ന 3 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ സംഭവം നടക്കുന്നത്. വിവാഹ ചടങ്ങിന് പോയി തിരികെ വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി. 20 അംഗ സംഘമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട SI ജിനുവും സംഘവും സ്ഥലത്തെത്തി ലാത്തിച്ചാർജ് നടത്തിയത്. മാത്രമല്ല, മുണ്ടക്കയം സ്വദേശി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധുഷിജൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. വാഹനത്തിന് പുറത്തു നിന്ന് മറ്റുള്ളവർക്കും അടി കിട്ടി. അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങി. പരിക്ക് പറ്റിയവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കിയത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം എത്തിയത് എന്നുള്ളതായിരുന്നു ഈ പത്തനംതിട്ട പോലീസിന്റെ ആദ്യഘട്ടത്തിലെ വിശദീകരണം. എന്നാൽ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പോലീസിന് ഈ വിഷയത്തിലെ അപകടം മനസ്സിലായത്. പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിയും ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട SP റേഞ്ച് DIGക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് റേഞ്ച് DIG ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും SI ജിനുവിനെയും സംഘത്തെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിധിയെഴുതി ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി ഡൽഹി ജനത. 5 മണിവരെ 57.78% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഡൽഹി തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയും വിനീത വിജിയും ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും വലിയ ക്യൂ ഉണ്ട്? അത്തരം സംഭവങ്ങൾ കേരളത്തിലേക്ക് കാണാറുണ്ട്, പക്ഷേ ഡൽഹിയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഒരു അന്തിമ ചിത്രം? ഈ പോളിംഗ് ശതമാനത്തെ എങ്ങനെ വിലയിരുത്താം? ഇത് ആർക്ക് അനുകൂലമാകുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുക? പ്രജിൻ, നിലവിൽ ഡൽഹിയിലെ വോട്ടെടുപ്പ് ഏതാണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ഡൽഹിയിൽ സാധാരണ നിലയിൽ കേരളത്തിൽ കാണുന്നത് പോലെ വലിയൊരു ആവേശം പ്രചരണ രംഗത്തുണ്ടായിരുന്നെങ്കിലും വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകളിൽ അത്തരത്തിൽ വലിയ തിക്കും തിരക്കും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം വടക്ക് കിഴക്കൻ ഡൽഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. കൂടാതെ വോട്ടർമാരെ തിരക്കില്ലാതെ കൃത്യമായ ഇടവേളകളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ചിട്ടുണ്ട്. അത് തിരക്ക് ഒഴിവാക്കാൻ സഹായകമായി. ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന ഔദ്യോഗിക വിവരം അനുസരിച്ച് 5 മണിവരെയുള്ളതാണ്. അത് 57.78% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുസ്തഫാബാദിൽ വൈകിട്ട് 5 മണിവരെ 66.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2020 പോളിംഗ് ശതമാനത്തിന് അടുത്ത് തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020 അത് 64.7% ഡൽഹിയിലെ പോളിംഗ് നിരക്ക്. എന്നാൽ 2015 4% കുറവ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിനോട് അടുത്ത് തന്നെ പോളിംഗ് ഉണ്ടാകും എന്നാണ് നിലവിലെ പോളിംഗ് നിരക്കുകൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 1 മണിക്കൂർ സമയത്തെ
ബൽറാം നെടുങ്ങാടിയുടെ ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. ടെക്നിക്കൽ എറർ അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം. വിനീത വി ജി ഇപ്പോൾ മറ്റൊരിടത്തു നിന്നും ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഈ പോളിംഗ് ശതമാനം ഈ രീതിയിൽ ഏതാണ്ട് 5 മണിവരെ നമുക്ക് ലഭിച്ചത് 60% അടുത്താണ്. ആ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്? ഒപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതൊക്കെ എപ്പോൾ പുറത്തു വന്നു തുടങ്ങും? പ്രജിൻ, വൈകാതെ തന്നെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മിയും BJPയും കോൺഗ്രസും ഒക്കെ തന്നെ ഉള്ളത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 57% പോളിംഗ് ഈ 5 മണിവരെയുള്ള കണക്കിലാണ് ലഭ്യമായിരിക്കുന്നത്. 6 മണിവരെ കണക്ക് നമുക്കിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് 60% പോളിംഗിലേക്ക് കണക്കുകൾ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഈ മുസ്തഫാബാദിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കരോൾബാഗ് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56% പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതാ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൽ ആ ഒരു പോളിംഗിലൊക്കെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു മികച്ച പോളിംഗ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വോട്ടർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യുന്നതിൽ 3 രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഉണ്ടാകാതെ ഇരുന്ന കോൺഗ്രസ് ഇത്തവണ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രംഗത്തുള്ളത്. BJPയും അങ്ങനെ തന്നെയാണുള്ളത്. ഒരു അട്ടിമറിയൊക്കെ BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ 4ാമതും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും ഉള്ളത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പൊതുവെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലൊന്നും നേതാക്കൾ പങ്കെടുത്തേക്കില്ല. ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം കൂടി ഈ സമയത്ത് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ 6:30 വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പോൾ ഓഫ് പോളുമായി 24ഉം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും. അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് വാഗ്ദാനത്തിൽ സംസ്ഥാനത്തെങ്ങും പരാതി പ്രളയം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വില വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ തട്ടിയ തുക 1000 കോടിയിലേറെ. പ്രതിയുടെ ഒരക്കൗണ്ടിൽ മാത്രമെത്തിയത് 400 കോടി. കണ്ണൂരിൽ മാത്രം 2000-ലേറെ വനിതകൾ പരാതിയുമായി രംഗത്ത്. 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിന് നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താൽ 7000 രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു 3800 രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ. മണി ചെയിൻ മാതൃകയിൽ ആളെ ചേർത്തത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളും പ്രൊമോട്ടർമാരും വഴി. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പരാതിക്കാർ സംഘടിച്ചു. അവർക്ക് ആർക്കും ഇതിൽ നമുക്ക് തൃപ്തരല്ല. നമുക്ക് അനന്തകൃഷ്ണൻ മാത്രം കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ്. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ്. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അടുപ്പം പുലർത്തിയ അനന്തകൃഷ്ണൻ ഈ ബന്ധം തട്ടിപ്പിനും ഉപയോഗപ്പെടുത്തി. തട്ടിപ്പ് വിവരങ്ങൾ പുറത്തായതോടെ പണം തിരികെ നൽകി തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. ആയിരക്കണക്കിന് ആളുകൾ പരാതികളുമായി രംഗത്തെത്തുമ്പോഴും പിടിയിലായ അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്.
ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയതും അതത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ. ഈ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു. താൻ വായ്പയായി നൽകി 25 ലക്ഷം രൂപ അനന്തകൃഷ്ണൻ തിരികെ നൽകിയില്ലെന്ന പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി രംഗത്തെത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്നും ഗീതാകുമാരി. പ്രമീള ഉൾപ്പെടെ പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇതിനിടെ പണം തിരികെ നൽകി വിവാദത്തിൽ നിന്ന് തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. AN രാധാകൃഷ്ണൻ ചെയർമാനായ സന്നദ്ധ സംഘടന സൈൻ ആളുകൾക്ക് പണം മടക്കി നൽകി തുടങ്ങി. AN രാധാകൃഷ്ണന്റെ ചിത്രം ഉപയോഗിച്ചും അനന്തകൃഷ്ണൻ പ്രചാരണം നടത്തിയിരുന്നു. തട്ടിപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായി എത്തിയിട്ടും അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. ഇതിന്റെ പിന്നിൽ ശക്തരായ പ്രബലരായ ദുഷ്ടബുദ്ധികളുണ്ട്. സത്യത്തിൽ ആ കുട്ടി ബലിയാടായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല സ്വദേശികളും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായി. 65,000 രൂപ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടിക്ക് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഇത്രതായിട്ടും ജോലിക്ക് വരാൻ വണ്ടി കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. പരാതികളിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാർ കേസിൽ പ്രതിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനെ എതിർത്ത് CPI മന്ത്രിസഭായോഗത്തിൽ മന്ത്രി P. പ്രസാദാണ് CPIയുടെ എതിർപ്പ് അറിയിച്ചത്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. അതിനു മുൻപ് ആശങ്കയറിയിച്ച മന്ത്രിമാരുമായി ചർച്ചയും നടക്കും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് സംബന്ധിച്ച ബില്ലായിരുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്ന വിഷയത്തിൽ CPI മന്ത്രി P. പ്രസാദ് തുടക്കത്തിലെ എതിർപ്പറിയിക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ അവസ്ഥയിൽ സ്വകാര്യ സർവകലാശാലകൾ കൂടി പ്രവർത്തനാനുമതി നൽകിയാൽ ഈ സർവകലാശാലകളുടെ സ്ഥിതി എന്താകുമെന്നായിരുന്നു കൃഷിമന്ത്രി P. പ്രസാദിന്റെ ചോദ്യം. സംവരണ മാനദണ്ഡം, ഫീസ് ഘടന തുടങ്ങിയ കാര്യങ്ങളുള്ള ആശങ്ക മറ്റ് CPI മന്ത്രിമാരും പ്രകടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജും തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. ഇതോടെ അജണ്ട മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് വിഷയം മാറ്റിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖല ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും കരട് ബില്ലിലുണ്ട്. കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാവുന്ന നിർദ്ദേശം ആദ്യം വന്നത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ LDF അനുമതി നൽകിയെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. പിരിവിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ടോൾ പിരിവ് തുടങ്ങിയാൽ ഭേദം നടന്നു പോകുന്നതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. മുന്നണി യോഗത്തിൽ യൂസർ ഫീ പിരിവിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്ന് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് പിരിവിന് LDF പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടെന്ന കൺവീനറുടെ പ്രതികരണം. കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. യൂസർ ഫീ പിരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. യൂസർ ഫീ പിരിവിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ ടോൾ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും. നമ്മൾ കൊടുക്കുന്ന നികുതി പണം ചെലവാക്കിയിട്ടാണ് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നത്. ആ വർക്കിന് വീണ്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എന്ത് ന്യായീകരണമാണ്? കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള നീക്കത്തെ മുസ്ലിം ലീഗ് നേതൃത്വം പരിഹസിച്ചു. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിലേക്ക് തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി ടോൾ കൊടുക്കലല്ലാതെ പോണ്ടാതൊക്കെ അതിനേക്കാളും നല്ലത്. യൂസർ ഫീ പിരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന CPIMന്റെ നിലപാടാണ് മുന്നണി കൺവീനറിലൂടെ പുറത്തുവരുന്നത്. 24, തിരുവനന്തപുരം. ഇനി അല്പസമയം മുൻപ് പുറത്തു വന്നൊരു വാർത്തയിലേക്കാണ്, അതിന്റെ പുതിയ അപ്ഡേഷനിലേക്കാണ്. കൊല്ലം കോർപ്പറേഷനിൽ മേയർ സ്ഥാനം CPM വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു CPI കൗൺസിലർമാർ. മേയർ സ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട് CPI നൽകിയ അന്ത്യശാസനം അവസാനിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്ന് 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുക എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ്. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സഖാവ് സജീവ് സോമനും
വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സവിതാ ദേവിയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കൊല്ലം മധുവും രാജിവെക്കുവാൻ തീരുമാനിച്ചത്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത തിങ്കളാഴ്ച രാജിവെക്കുമെന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ പ്രതികരണം. ഞാനത് 10-ാം തീയതി രാജിവെക്കുന്നുള്ള എൻ്റെ കാര്യം എൻ്റെ പാർട്ടി നേതൃത്വമായിട്ട് ഞാനത് പറയും. അതിനെക്കുറിച്ചല്ല ഞാൻ 10-ാം തീയതി രാജിവെക്കും. ഒരു പ്രോഗ്രാമല്ല, ഞാനിപ്പോൾ ഓഫീസിൽ പോയി വന്നത് 10-ാം തീയതി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി ഇനി ഞാൻ പാർട്ടി നേതൃത്വത്തോട് ബന്ധപ്പെട്ട് ഞാൻ 10-ാം തീയതി പത്രസമ്മേളനം നടത്തി പറയാം. മാറ്റി കാര്യങ്ങൾ എനിക്കറിയാം. ഒരു പ്രോഗ്രാമില്ല. മേയറെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഓഫീസിൽ വന്നു, അല്ലാതെ മറ്റു പ്രോഗ്രാമൊന്നുമില്ല. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് ഈവനിങ്. കൊല്ലം നഗരസഭയിലാണ് ഈ രീതിയിലുള്ള ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണിപ്പോൾ ഈ CPIM-ന്റെ കൗൺസിലർമാരും ചെയർപേഴ്സണും പറയുന്നത്? 10-ാം തീയതി രാജിവെക്കും നേരത്തെ അറിയിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല. മുന്നണി ധാരണ പ്രകാരം 5-ാം തീയതി രാജിവെച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റ് സ്ഥാനങ്ങളിൽ രാജിവെക്കുന്നു CPI നേരത്തെ അറിയിച്ചതാണ് അവരും പറയുന്നു. എന്താണ് ഈ 5 ദിവസത്തിന്റെ ഒരു അധിക കണക്ക്? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, എന്തായാലും ഈ 5 ദിവസത്തെ അധിക കണക്ക് എന്താണെന്ന് മേയർ തന്നെ വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും മേയർ ഇക്കാര്യത്തിൽ ഫെബ്രുവരി 10, അതായത് അടുത്ത തിങ്കളാഴ്ച, ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം തുടങ്ങുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ 4 വർഷം CPIM-നും 1 വർഷം, അവസാന 1 വർഷം CPIക്കും മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു നേരത്തെ എടുത്തിരുന്ന തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഡിസംബർ 28-ന് ഈ മേയറുടെ കാലാവധി അവസാനിച്ചതാണ്. അതിനുശേഷം ഈ CPIക്കാണ് ഈ ചെയർമാൻഷിപ്പ് നൽകേണ്ടത്. സ്വാഭാവികമായും മേയർഷിപ്പ് നൽകേണ്ടത്. അത് നൽകാതെ വന്നതോടെയാണ് CPI ആദ്യഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരുടെ തലത്തിൽ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ജനുവരിയിൽ തന്നെ രാജി ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ അന്നും രാജി ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച് CPI വലിയ രീതിയിലുള്ള പ്രതിഷേധം ജില്ലാതലത്തിലും സംസ്ഥാനത്തിലും ഉയർത്തി. ഇതിനുശേഷം ഫെബ്രുവരി 5-ന് മേയർ സ്ഥാനത്ത് നിന്ന് പ്രസന്ന ഏണസ്റ്റ് രാജിവെക്കുമെന്ന CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുമ്പാകെ CPIM ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിലപാടിൽ വീണ്ടും മാറ്റിമറിക്കൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ ഫെബ്രുവരി 10-ന് മാത്രം രാജിവെച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഇന്നലെ അടക്കം മേയർ പല പരിപാടിക്കും ഉദ്ഘാടനത്തിനടക്കം സമയം നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ അടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് CPI കടുത്ത നിലപാടിലേക്ക് പോയതും തങ്ങളുടെ ചെയർമാൻഷിപ്പ് അടക്കം ഇപ്പോൾ രാജിവെച്ച കടുത്ത തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും തന്റെ രാജി ഫെബ്രുവരി 10-ന് മാത്രമേ ഉണ്ടാവൂ എന്ന് മേയർ കൂടി വ്യക്തമാക്കുന്നു. പ്രജിത്, കൊല്ലത്താണ്, കൊല്ലം കോർപ്പറേഷനിലാണ് ഈ രീതിയിലുള്ള ഒരു അസാധാരണ സാഹചര്യം CPIM-നും CPIക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. 20 കോടി രൂപയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ കണ്ണൂരിലെ ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിന് ചക്കരക്കല്ലിലെ ലോട്ടറി ഏജന്റ് MG അനീഷ് വഴി വിറ്റ XD 387132 എന്ന നമ്പറിനാണ് 1-ാം സമ്മാനം. 20 പേർക്കാണ് 2-ാം സമ്മാനമായ 1 കോടി രൂപ വീതം ലഭിക്കുക. കണ്ണൂർ ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ആളാണ് 20 കോടിയുടെ ആ ഭാഗ്യശാലി. 1-ാം സമ്മാനം ലഭിച്ച XD 387132 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് അടക്കം 10 ലോട്ടറി ടിക്കറ്റുകൾ ഇരിട്ടിയിലെ ഏജൻസിയിൽ നിന്ന് വാങ്ങിയത് സത്യൻ എന്നയാൾ. വിൽക്കാനായി എടുത്തതാണോ സ്വയം ഭാഗ്യം പരീക്ഷിച്ചതാണോ എന്നതിൽ വ്യക്തതയില്ലെന്ന് ഏജൻസി ഉടമ അനീഷ് MG. ഭാഗ്യശാലി കാണാമറിയത്ത് തന്നെ. ഇരിട്ടി ബ്രാഞ്ചിൽ സത്യം എന്ന് പറഞ്ഞ ഒരാളാണ് 10 ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഉള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ അവർ സ്വന്തം പരീക്ഷിക്കാൻ 10 ടിക്കറ്റ് നമ്മൾ സ്വന്തം എടുക്കുന്നവർക്കും കൊടുക്കും. ഏജന്റ് ആണോ അതോ ഏജന്റ് ആകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വിവരം. 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ് ലഭിക്കുക. 1-ാം സമ്മാനത്തിന് അർഹമായ ലോട്ടറി വിറ്റ് ഏജന്റിന് ഏജൻസി കമ്മീഷനായി 2 കോടി ലഭിക്കും. തിരുവോണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ. 24 കണ്ണൂർ. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.